കോടതിയെ സമീപിക്കാൻ ഏതൊരു പൗരനും ഏതൊരു അന്വേഷണത്തെ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെടാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഇവിടെ ആ അവകാശം ഉപയോഗിച്ചിട്ടുണ്ട് വീണ വിജയൻ. അതിൽ ഭയന്നാണോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും ഭയന്ന് എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. കാരണം CMRലേക്ക് SFI ഉദ്യോഗസ്ഥരെത്തി, അവിടെ നിന്നും രേഖകൾ ശേഖരിച്ചു. അതിനുശേഷം തിരുവനന്തപുരത്ത് KSIDCയുടെ ഓഫീസിലേക്ക് എത്തുന്നു. അവിടെ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നു. KSIDCയുടെക്ക് വേണ്ടി വൈദ്യനാഥൻ തന്നെ, സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ തന്നെ ഹാജരായിട്ടും ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിമർശനം പോലെ ഒരു ചോദ്യം ഏൽക്കേണ്ടി വരുന്നു. നിങ്ങൾക്ക് അന്വേഷണത്തിന് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലേക്ക് അന്വേഷണത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഒളിക്കാനൊന്നുമില്ലെങ്കിൽ എന്തിനാണ് എതിർക്കുന്നത് എന്ന ചോദ്യമുണ്ടാവുന്നു. അപ്പോൾ മൂന്നാമത്തെ ഇനി ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പനി എക്സാലോജിക്കാണ്. സ്വാഭാവികമായും എക്സാലോജിക്കിലേക്ക് അന്വേഷണം എത്തും. വീണ വിജയന് നോട്ടീസ് കൊടുക്കും. ആ നോട്ടീസ് സ്വീകരിച്ചതിന് ശേഷം മറുപടിയും നൽകേണ്ടി വരും. അപ്പോൾ അന്വേഷണം ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ നിർത്തിവെക്കാൻ ഏത് ക്ലോസിലാണ് ഈ ഹർജി പോയിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ AK ബാലൻ്റെ പ്രതികരണം മാത്രമാണ് കണ്ടത് നമ്മൾ ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് മുമ്പ്. ആ പ്രതികരണത്തിൽ പക്ഷേ വേണ്ടത്ര വിശ്വസനീയമായ രീതിയിലല്ല അദ്ദേഹം അത് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ഒന്ന്, ഈ കമ്പനി അഫയേഴ്സ് പ്രകാരമുള്ള ROCമാരുടെ അന്വേഷണം നടക്കുന്നതിനിടയിൽ SFIയുടെ അന്വേഷണം നടക്കുന്നത് എങ്ങനെയാണ്? ആ വിഷയം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമല്ലേ എന്നാണ് AK ബാലൻ ചോദിക്കുന്നത്. പക്ഷേ ആ ചോദ്യത്തിൽ കോടതി തന്നെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് SFI അന്വേഷണം നടത്തുന്നതിന് എന്താ ബുദ്ധിമുട്ടെന്ന്. അത് വിശദീകരണം കേന്ദ്ര സർക്കാർ 12-ാം തീയതി അത് എടുക്കുമ്പോൾ വേണമെന്നില്ല. ഇപ്പൊ കമ്പനി അഫയേഴ്സ് ആണ് തീരുമാനിക്കുന്നത്. അന്വേഷണം SFI ബംഗളൂരു ROC റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, ബംഗളൂരു കൊച്ചി ROC റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ROCയുടെ അന്വേഷണം തീരുമാനിച്ചിട്ടുള്ളത്. SFIയുടെ അന്വേഷണം അതിന്റെ പുറത്താണ്. SFIയുടെ അന്വേഷണം തീരുമാനിച്ചിരിക്കുന്നത് ബംഗളൂരു ROCയുടെ തീരുമാനപ്രകാരം. അപ്പൊ പിന്നെ എങ്ങനെയാണ് ROC അന്വേഷണം തീരുമാനിച്ചത്? SFI അന്വേഷണം ROCയുടെ അന്വേഷണത്തെക്കാൾ മുകളിലാണ് SFIയുടെ അന്വേഷണം. ഇത് പറഞ്ഞു അല്ല, ഒരു നിമിഷം. SFIയുടെ അന്വേഷണം എത്തുമ്പോൾ സ്വാഭാവികമായും അതിന് താഴ്ന്ന അന്വേഷണം ഇല്ലാതാവും. അത്രേ ഉള്ളൂ. അല്ലല്ല, അങ്ങനെ സിമ്പിൾ ആക്കല്ലേ അത്. ഇതിനകത്ത് അതുകൊണ്ടാണ് ഇതിനകത്ത് രാഷ്ട്രീയം ഉണ്ട് എന്നുള്ള ആക്ഷേപം വരുന്നത്. നോക്കൂ, ROCയുടെ 4 അംഗങ്ങളുള്ള അന്വേഷണ കമ്മീഷൻ വന്നിട്ടുള്ളത് നമുക്കറിയാവുന്നതുപോലെ ബംഗളൂരു ROCയുടെയും കൊച്ചി ROCയുടെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ പറയുന്ന 4 അംഗ ROC 4 മാസം കൊടുത്തു, അല്ല 3 അംഗ ROC 4 മാസം കൊടുത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പടപടേ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നൊരു SFI അന്വേഷണം വരികയാണ്. SFI അന്വേഷണം എങ്ങനെ അന്വേഷണം എങ്ങനെ? ഷോണിന്റെ പരാതി എന്ത്? ഷോൺ കോടതി തിരുത്തി. എന്താണ് താങ്കൾ ആവശ്യപ്പെട്ടത്? 210 പ്രകാരമോ 12 പ്രകാരമോ എന്ന് ആവശ്യപ്പെട്ടു. അല്ല, കോടതിയിൽ ആവശ്യപ്പെട്ടു. കോടതി അത് 12 അല്ല ഇല്ല. അപ്പോഴേക്ക് തന്നെ എന്ത് ചെയ്തു? കേന്ദ്ര സർക്കാർ അത് വളരെ കൃത്യമായി. എന്റെ ചോദ്യം അവിടെയാണ്. അതായത് ഞാൻ പറയുന്നതിനിടയിൽ തടസ്സപ്പെടുത്തും. അപ്പൊ പിന്നെ എനിക്ക് അതിന്റെ നഷ്ടപ്പെടുന്നു. നോക്കൂ, കൊച്ചി ബംഗളൂരു ROCയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം തീരുമാനിക്കുന്നു ഇക്കാര്യത്തിലൊരു ROC അന്വേഷണം വേണം. അതിന് 4 മാസത്തെ സമയം കൂടെ കൊടുക്കുന്നു. അവിടെ പിന്നെ ഷോൺ ജോർജ് കൊടുത്തിട്ടുള്ള റിട്ട് പെറ്റീഷനിൽ എന്താ പറയുന്നത്? 110 അന്വേഷിക്കണം എന്നാണ്. 112 വേണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ കറക്ഷനാണ്, ഹൈക്കോടതിയുള്ള കറക്ഷനാണ്. അതാണ് 12-ാം തീയതി വെച്ചിരിക്കുന്നത്. 12-ാം തീയതി വെക്കുന്ന സമയത്ത് എങ്ങനെയാണ് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് പെട്ടെന്ന് തോന്നുന്നത് 110 വേണ്ട 112 വേണമെന്ന്? ശരി, ഇനി ഞാൻ പറയാം. മറുപടി ഇത്രേ ഉള്ളൂ. ഹൈക്കോടതി എന്താണ് കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചത്? എന്താണ് ഹൈക്കോടതി ചോദിച്ചു എന്നേ ഉള്ളൂ. ഹൈക്കോടതി ചോദിച്ചതിന് കേന്ദ്ര സർക്കാർ അപ്പോ വലിയ മറുപടി ഒന്നും പറഞ്ഞില്ല. 110 മതി എന്ന നിലയിലാണ് പോയിരിക്കുന്നത്. 110 മതി എന്ന് വെച്ചാൽ 110 ഞങ്ങൾ നിൽക്കുന്നു. 112 എന്ന് പറഞ്ഞോ? അല്ല, ഞാൻ തീരുമാനം എടുക്കാതെ പറഞ്ഞേക്കുന്നത്. അവിടുത്തെ വക്കീലിനോട് ചോദിച്ചാൽ പിന്നെ സ്വാഭാവികമായിട്ട് പറയും 110 തീരുമാനിച്ച്. എന്താ ഇത് കൺവിൻസ് ആവാത്ത? ആദ്യം തലയിലകത്ത് ഒന്ന് തുറന്നു വെക്കിത്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ആരോട് മറുപടി പറ. നിങ്ങൾ ROCയുടെ അന്വേഷണം നടത്തുന്നു. ROCയുടെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തീരുമാനിക്കുന്നു 110 എന്ന് തീരുമാനിക്കുന്നു. 112ന്റെ കാര്യം ഹൈക്കോടതി ചോദിക്കുന്നു. ഞങ്ങൾക്ക് അറിയില്ല. അവിടെ ഇരിക്കുന്ന അഭിഭാഷകനെ സംബന്ധിച്ചിടത്തോളം അത് അറിയില്ല. ഇടക്കറല്ലേ 110 എന്ന് തീരുമാനം. അങ്ങനെ കോടതി എന്ത് ചെയ്യുന്നു? 12-ാം തീയതി കേസ് വെക്കുന്നു. ഉത്തരം പറയാൻ പേടിയാണ്. ഉത്തരം പറയാൻ പേടിയാണ്. അതുകൊണ്ടാണ് 12-ാം തീയതി കേസ് വെക്കുന്നു. അപ്പൊ പിന്നെ ഈ ഒരു അശരീരി പോലെ വരികയാണ് SFI അന്വേഷണം. ഈ അശരീരി ആരുടെ വക? ഇനി എന്റെ മറുപടി
കോടതിയുടെ മുൻപാകെ പരിഗണനയ്ക്ക് എത്തുമ്പോൾ 110 പ്രകാരമുള്ള അന്വേഷണം മതിയോ 112 പോരെ എന്ന് കോടതി ചോദിക്കുന്നു. 112 വേണ്ടേ എന്ന് വേണ്ടേ എന്ന് ചോദിക്കുന്നു. വേണ്ടേ എന്നുള്ളത് ഈ പറയുന്ന പെറ്റീഷനിൽ അമെൻഡ്മെന്റ് നടത്തുമ്പോൾ കോടതി ചോദിക്കുന്നു. കോടതി ചോദിക്കുമ്പോൾ എന്താണ് അഭിഭാഷക പറയുന്നത്? 110 മതി എന്ന നിലപാട് എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങ് പറയുന്നത് ശരിയാണ്. അങ്ങനെ ഒരു നിലപാട് എടുത്തിട്ടില്ല. പകരം തീരുമാനം 12-ാം തീയതി അറിയിക്കാമെന്ന് പറയുന്നു. 12-ാം തീയതി എന്ന് പറയുന്നത് ഈ വരാൻ പോകുന്ന 12-ാം തീയതിയാണ്. 12-ാം തീയതി തീരുമാനം അറിയിക്കാമെന്ന് പറയുന്നതിനിടയിൽ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന് 110 പകരം 112 ഉപയോഗിച്ച് SFIU അന്വേഷണം ഉത്തരവിടാൻ നിയമപരമായ തടസ്സമുണ്ടോ? ഒരു തടസ്സവുമില്ല. സ്മൃതി കേക്ക്, അതായത് നിങ്ങൾ ഏത് കാര്യത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? 110 ഏതാ തീരുമാനിച്ചത്? 110 കൊച്ചി, ബംഗളൂരു ROCയുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് 110 തീരുമാനിച്ചത്. അതിനുവേണ്ടി 4 മാസം നൽകി 3 ROCമാരെ, അതും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രമുഖരായ ഉദ്യോഗസ്ഥരെ, ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ പേടിക്കല്ലേ 4 മാസം കൊടുത്തതാ ഇവരെ ഏൽപ്പിക്കുകയാണ്. ഏൽപ്പിച്ചിട്ട് ആ അന്വേഷണത്തിന്റെ പുറത്ത് പിന്നെ ബംഗളൂരു ROCയുടെ റിപ്പോർട്ട് ഒന്നുകൂടി എടുത്ത് SFIUയുടെ അന്വേഷണം ആയിക്കോട്ടെ സാർ, അതിൽ നിയമപരമായി തടസ്സമില്ല. രണ്ട് കൈകളും ശുദ്ധമാണ്, അടിയിൽ കനമില്ല, തലയിൽ ഉയർന്നു നിൽക്കുന്നു. അന്വേഷിക്കട്ടെ. എന്റെ അവസരത്തിൽ MV നികേഷ് എന്റെ ചോദ്യത്തിന് ലളിതമായ ഒരു ചോദ്യമാണ്, ഇതൊന്നുമല്ല. ഇന്ന് AK ബാലൻ പറഞ്ഞൊരു വാചകമുണ്ട്. എന്താണെന്നറിയോ? UDFിലെ നേതാക്കന്മാരാണ് ഇതിൽ കുടുങ്ങാൻ പോകുന്നത്. UDFിലെ MLAമാർ അല്ലെങ്കിൽ UDFിലെ നേതാക്കന്മാർ കുടുങ്ങുന്നതിനാണോ കർണാടകയിൽ ഈ വീണാ വിജയൻ കൊണ്ട് ഹർജി കൊടുത്തിരിക്കുന്നത്? ഒന്ന് AK ബാലൻ ആ വിഷയം വളരെ കൃത്യമായി പഠിച്ച ആളാണ്. AK ബാലൻ പറയുന്ന പറയൂ. AK ബാലൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ UDFിലെ നേതാക്കളോട് അന്വേഷണം വരരുതെന്ന് ഞാൻ പറയല്ലേ AK ബാലൻ ആ വിഷയം കൃത്യമായി പഠിച്ചിട്ടുള്ള ആളാണ്. AK ബാലനെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിൽ പൊളിറ്റിക്കൽ നിലപാട് സ്വീകരിക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നു CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ നിയോഗിച്ചിട്ടുള്ള ആളാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് AK ബാലനാണല്ലോ അക്കാര്യത്തിൽ മറുപടി പറയുന്നത്. AK ബാലൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയിലാണ് മറുപടി പറയുന്നത്. അത് AK ബാലനോട് ചോദിച്ചോളാം. നോക്കൂ, ഇവിടെ വീണാ വിജയൻ അവർ നോക്കൂ, തുടക്കം മുതൽ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഇങ്ങനെ ഒരു വിലയിരുത്തൽ വന്നിട്ട് വീണാ വിജയൻ ഒരു റിട്ടുമായി ഹൈക്കോടതിയിൽ പോകാത്തത് എന്നുള്ളത്? നോക്കൂ, ഇപ്പോൾ ഞാൻ ഉന്നയിച്ച ആ ആവശ്യത്തിന് മറുപടിയായിരിക്കുന്നു. വീണാ വിജയൻ ആ ഘട്ടത്തിൽ പോയില്ല എങ്കിൽ പോലും അവരിലേക്ക് ഈ വിഷയം എത്തുകയാണ് എങ്കിൽ ഞാൻ ഇപ്പോൾ ഹൈക്കോടതിയിൽ റിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്ത ഒരുപാട് വിഷയമുണ്ട്. പൂർത്തിയാക്കട്ടെ വിഷയമുണ്ട്. എന്താണത്? വീണാ വിജയന് ഈ രേഖകളുണ്ടോ? ഞാൻ സർവീസ് നൽകിയില്ല എന്നാണ് ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡ് പറയുന്നതെങ്കിൽ അതിന്റെ തെളിവുകൾ എന്താണ്? തുടങ്ങിയ കാര്യങ്ങൾ ബംഗളൂരു ഹൈക്കോടതിയെ പറയേണ്ടി വരുമെന്നേ. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യം അന്വേഷണത്തെ ഭയക്കുന്നു എന്നാണ്. അന്വേഷണത്തെ ഭയക്കുന്നത് കൊണ്ടല്ല, അന്വേഷണത്തെ ധീരമായി നേരിടുമെന്നുള്ളത് കൊണ്ടാണ്. പോയി പണി നോക്ക്. നിങ്ങൾ പോയി കോടതിയിൽ കോടതിയിൽ നിങ്ങൾ രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടിയൊക്കെ ഉണ്ടല്ലോ, മൂക്കൊണ്ട് ഇച്ഛ വരക്കും. അങ്ങനെ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടി പോലും ഇച്ഛ വരയ്ക്കാതിരിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി അല്ലല്ല, ഇത് കൗതുകരമായ രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി ഇവരൊക്കെ വെള്ളം കുടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തിരിക്കുന്നത് എന്നതാണ് കൗതുകരമായ കാര്യം. രമേശ് ചെന്നിത്തലക്ക് ധൈര്യമുണ്ടോ? കുഞ്ഞാലിക്കുട്ടിക്ക് ധൈര്യമുണ്ടോ? ഇബ്രാഹിം കുഞ്ഞിന് ധൈര്യമുണ്ടോ? ഉമ്മൻചാണ്ടി ഞാൻ വിടുന്നു. Meet the editors.